ഈ ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സിലേക്കാണ്. കൂട്ട ഉപവാസത്തിലേക്ക് കടന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കി ആശാ വർക്കേഴ്സ്. രാപ്പകൽ സമരത്തിന്റെ 43-ാം ദിവസത്തിലാണ് കൂട്ട ഉപവാസം. സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ INTUC രാഷ്ട്രീയക്കാർ സമരത്തെ വിറ്റ് കാശാക്കുകയാണെന്ന് വിമർശിച്ചു. INTUC ചെയ്യുന്നത് കരിങ്കാലിപ്പണിയാണെന്ന് UDF കൺവീനർ MM ഹസൻ തുറന്നടിച്ചു. മേഘന മുരളിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ചേരുന്നത്. മേഘന, അങ്ങനെ സമരം ഒരു പടി കൂടി കടുപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ട ഉപവാസത്തിലേക്ക് കടന്നിരിക്കുന്നു. എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? ഇവരെ കാണാൻ നേതാക്കൾ ഉൾപ്പെടെ എത്തിയിരുന്നോ? എങ്ങനെയാണ് സർക്കാരിന്റെ നിലപാട്? ഓരോ ദിവസം കഴിയുമ്പോഴും സമരം ശക്തി വർദ്ധിക്കുന്നു. അതിന്റെ ഓരോ ഘട്ടമായി പലതരത്തിലുള്ള സമരമാർഗങ്ങളാണ് ആശാ വർക്കർമാർ സ്വീകരിക്കുന്നത്. ഇന്ന് സമരത്തിന്റെ 43-ാം ദിവസമാണ്. നിരാഹാരം 5-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. കൂടാതെ കൂട്ട ഉപവാസം, അത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലും പല വീടുകളിലും ഒക്കെയായി കൂട്ട ഉപവാസം നടത്തുകയാണ്. അങ്ങനെയാണ് ഇന്നിപ്പോഴത്തെ ഒരു സമരത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ 43 ദിവസങ്ങൾ കഴിയുമ്പോഴും ഇവിടെ ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ട്. അതായത് ഓരോ ആളുകളും ഈ ടെലിവിഷനുകളിലൂടെയും മറ്റും വാർത്ത കണ്ടെത്തുന്നവർ, കൂടാതെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നമ്മളുടെ കൂടി പ്രശ്നമാണെന്ന് അറിഞ്ഞ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്ന നിരവധി ആളുകളെ നമുക്ക് ഇവിടേക്ക് കാണാനുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവരെല്ലാം ഇവിടെ കൂട്ട ഉപവാസം 5 മണി വരെ കൂട്ട ഉപവാസം ഇരിക്കുകയാണ്. അവർക്ക് ഈ കനത്ത ചൂടിൽ വലിയ ക്ഷീണമുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവർ പറയുന്നത്, നമ്മൾ ഓരോരുത്തരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറണം, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാകണം. ആ മാർഗം ഉണ്ടാകുന്നത് വരെ തന്നെ ഈ ഉപവാസവുമായി മുന്നോട്ട് പോകും, ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ ഉപവാസ സമരം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഐക്യദാർഢ്യവുമായി മുന്നോട്ട് വരുന്നു. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഇവിടെ ഐക്യദാർഢ്യവുമായി മുന്നോട്ടെത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനുണ്ട്. ചേച്ചി, ഊർജം തന്നെയല്ലേ? ശബ്ദത്തിലൊരു ഇടർച്ച പോലും ഇല്ല. ഊർജം തന്നെയല്ലേ? മുന്നോട്ട് ഇതേ സമരമായിട്ട് തന്നെ മുന്നോട്ടാണ്. നമ്മളത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. INTUCയുടെ ഒക്കെ ഒരു പരാമർശമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? INTUC വേറൊരു സംഘടനയല്ലേ? അവർ നമ്മുടെ സമരത്തെ പിന്തുണയ്ക്കണമെങ്കിൽ എന്തിനാണ്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ ലോജിക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഓരോ സംഘടനയ്ക്ക് അവരുടേതായ രീതിയിൽ സമരം നടത്താൻ ആവശ്യമുണ്ട്. അപ്പുറത്ത് INTUCക്കാർ, ആശാ വർക്കർ, അംഗൻവാടിക്കാർ ഇരിക്കുന്നല്ലോ. എന്താണ് CIT പിന്തുണയ്ക്കാത്ത? എന്താണ് CIT പിന്തുണയ്ക്കുന്നത്? അപ്പൊ എന്ത് ലോജിക്ക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. പ്രവിത, അങ്ങനെ തന്നെയാണ്. അതായത് ഇവർ സമരം ശക്തിപ്പെടുത്തുന്നു. സമരവും അവരുടെ ഒരു ഇത്ര ദിവസം പിന്നിടുമ്പോഴും അവർക്ക് ഈ സമരത്തിൽ നിന്ന് പിന്തിരിയാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള തളർച്ചയും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇന്ന് INTUCയുടെ പരാമർശങ്ങൾ, സുരേഷ് ഗോപിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിവിധ വിഷയങ്ങൾ ഉണ്ടാകുന്നു, വിവിധ വിവാദങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക്, വാഗ്വാദങ്ങൾക്കപ്പുറത്തേക്ക് ഇവരിവിടെ നിരാഹാരം ഇരിക്കുകയാണ്. 5 ദിവസങ്ങളായി നിരാഹാരം ഇരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. കൂടാതെ സർക്കാരും ഇതിലൊരു പ്രതികരണവുമായി മുന്നോട്ട് വരുന്നില്ല. അതിലൊരു പരിഹാര ചർച്ച ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, സമരത്തിന് യാതൊരു തരത്തിലും വീര്യം ചോരുന്നില്ല. ഇപ്പോൾ കൂട്ട ഉപവാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ്. അതേസമയം തന്നെ INTUCന്റെ പ്രതികരണത്തെ വേണ്ട രീതിയിൽ തന്നെ തള്ളിക്കളയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മറ്റൊരു സംഘടനയാണ്, അവരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്നില്ല എന്ന തരത്തിലാണ് ആശാ വർക്കേഴ്സ് സമരപന്തലിൽ നിന്ന് 24-നോട് പ്രതികരിച്ചത്.